ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്തവണത്തെ ഓണം റെസിപ്പീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞൊരു പാവയ്ക്ക ഫ്രൈ ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ സദ്യയുടെ കൂടെ കൊണ്ടാട്ടം കൂടി ഉണ്ടാകാറുണ്ട്. നമ്മുടെ കണ്ണൂർ സൈഡിലോട്ടൊന്നും അധികം അങ്ങനെ കാണാറില്ല. അപ്പോൾ കൊണ്ടാട്ടത്തിന് പകരമായിട്ട് നമുക്ക് സദ്യയെ വിളമ്പാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ ഒരു പാവയ്ക്ക ഫ്രൈ. ഇതിന് കറക്റ്റ് നമ്മളുടെ പാവയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വെയിലത്തിട്ട് ഉണക്കാതെ ഡയറക്റ്റ് ആ പച്ച പാവയ്ക്ക വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കയ്പും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ മാക്സിമം നേരിയതായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ തിക്നെസ് കൂടിയാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ടൈമും കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാവയ്ക്കക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തവണകളായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവസാനം ചെയ്യുന്നതിനേക്കാളും ആദ്യം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഈ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടി കിട്ടും. അപ്പോൾ ആ ഒരു എണ്ണയിൽ നമ്മൾ ഈ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒന്ന് പിഴിയണം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ കയ്പും നന്നായിട്ട് കുറഞ്ഞു കിട്ടും. കുറേ നേരമൊന്നും അങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ വന്നോളും. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുന്ന പാവയ്ക്ക മുങ്ങി നിൽക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ എടുക്കണം. അപ്പോൾ ഇത് പാവയ്ക്കയുടെ കളറ് മാറി ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം പിന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ അതേ കളറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ കുറേശ്ശായി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാവയ്ക്ക നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു സവാള നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും ഏകദേശം പാവയ്ക്കയുടെ അതേ ഒരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു പാവയ്ക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാവയ്ക്കയും സവാളയും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിനി നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. അതേസമയം പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന അത്രയും പണിയില്ല. കാരണം പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കും. അപ്പോൾ ഓണത്തിന് സദ്യയുടെ കൂടെ മാത്രമല്ല, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാവുന്നതാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.